നമസ്കാരം. എല്ലാവർക്കും PSC ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. ഏതാണ്ട് 5-6 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വ്യക്തിപരമായ ചില കാരണങ്ങളാലാണ് ഈ ഒരു കാലയളവിൽ മറ്റ് വീഡിയോകളൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. ആദ്യമായി തന്നെ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പ്രൊഫസർ എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇതുവരെയുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 9ാമത്തെ ഭാഗമായ മഹോദയപുരത്തെ കുലശേഖരന്മാർ എന്ന ഭാഗമാണ് നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള 10-11 തുടങ്ങിയ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ PSCയുടെ സിലബസ് പ്രകാരമുള്ള ഭാഗം തൊട്ട്, അഥവാ യൂറോപ്യന്മാരുടെ കടന്നുവരവ് തൊട്ട് പോർച്ചുഗീസുകാരുടെ കടന്നുവരവ് തൊട്ടുള്ള ഇങ്ങോട്ടേക്കുള്ള ആധുനിക ചരിത്രമാണ് ഇനി നമ്മൾ അങ്ങോട്ട് വീഡിയോകളിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗങ്ങൾ പിന്നീട് ഈ ഒരു ആധുനിക ചരിത്രം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഈ ഒരു ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തെ മാത്രമല്ല മറ്റ് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് NCERTയിലെയും SCERTയിലെയും അതുപോലെ തന്നെ UPSCക്കൊക്കെ പഠിക്കുന്ന സൊനാലി ബൻസലിനെ പോലെയുള്ള ഓഥർമാരുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്നെല്ലാമുള്ള ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റുമായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ ഫാക്റ്റുകളും ഉൾപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. പോർച്ചുഗീസ് കാലഘട്ടം. നമുക്കറിയാം, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്. അവരുടെ കടന്നുവരവോട് കൂടിയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ എത്തുന്നത്. അഥവാ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ആദ്യ വിദേശ ശക്തിയാണ്, ആദ്യ വിദേശിയല്ല. ആദ്യ വിദേശി അറബിയാണ്. അറബികളാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ വിദേശികൾ. പക്ഷേ വിദേശ ശക്തി അഥവാ സൈനികമായി തന്നെ ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശ ശക്തി ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഇനി ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യ കത്തോലിക്ക വിഭാഗക്കാർ ആരെന്ന് ചോദിച്ചാലും അത് പോർച്ചുഗീസുകാരാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ഓക്കെ, 1498 വാസ്കോഡഗാമ വന്നിറങ്ങിയത് തൊട്ട് 1961 ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ സൈന്യം ഗോവയും ദാമൻദിയും അടക്കമുള്ള പോർച്ചുഗീസ് പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നത് വരെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു. അഥവാ ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ഇനി എന്തുകൊണ്ടാണ് വാസ്കോഡഗാമയ്ക്ക് അങ്ങനെ ഒരു കടൽ മാർഗം കണ്ടെത്തി ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്നൊരു നാൾ നേരം വെളുത്തപ്പോൾ വാസ്കോഡഗാമ കപ്പലും കൊണ്ട് ഇറങ്ങുകയല്ല ചെയ്തത്. 1453 ലോകത്തിൻ്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ വർഷമാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ അഥവാ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ അഥവാ അന്നത്തെ ഓട്ടോമൻ സുൽത്താനായിരുന്ന മെഹ്മദ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. ഇതോടുകൂടി ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം ഇല്ലാതാവുകയാണ്. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ആ സാമ്രാജ്യം പിന്നീട് ചരിത്രത്തിൻ്റെ ഗതിയിൽ പാശ്ചാത്യ റോമൻ സാമ്രാജ്യവും പൗരസ്ത്യ റോമൻ സാമ്രാജ്യവുമായി മാറുന്നുണ്ട്. പാശ്ചാത്യ റോമൻ സാമ്രാജ്യം അധികം വൈകാതെ ഇല്ലാതാവുന്നുണ്ട്. പിന്നീട് 1453 വരെ നിലനിന്നിരുന്നത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യം അഥവാ ഈസ്റ്റേൺ റോമൻ എംപയറാണ്. ഈ ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തതോടുകൂടി ഇല്ലാതാവുകയാണ്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ അഥവാ ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്തംബൂൾ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഒരു വാണിജ്യ ബന്ധത്തിൽ അല്ലെങ്കിൽ സൈനിക ബന്ധത്തിലാവട്ടെ വളരെ നിർണായകമായ ഒരു ജോഗ്രഫിക്കൽ പൊസിഷനാണ്. ബോസ്ഫറസ് കടലിടുക്കെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു കോൺസ്റ്റാൻറ്റിനോപ്പിൾ മുസ്ലിങ്ങളായ തുർക്കികളുടെ കയ്യിൽ വന്നതോടുകൂടി അങ്ങ് പടിഞ്ഞാറൻ ഭാഗത്തുള്ള യൂറോപ്പിലുള്ള ഈ പറയുന്ന പോർച്ചുഗീസുകാരാകട്ടെ സ്പെയിനുകാരാകട്ടെ അത്തരത്തിലുള്ള മറ്റ് ക്രിസ്ത്യൻ സാമ്രാജ്യങ്ങൾക്ക് ഇതിലൂടെയുള്ള പരമ്പരാഗതമായ വാണിജ്യ മാർഗം അടയുകയാണ്.
അതിലൂടെ പിന്നെ കടന്നു വരാൻ മുസ്ലിങ്ങളായ തുർക്കികൾ അനുവദിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വൈര്യം നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഈ ഒരു കാലങ്ങൾക്ക് മുമ്പുള്ള 15-ാം നൂറ്റാണ്ടാവ്, 13-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ട്, 11-ാം നൂറ്റാണ്ടെല്ലാം കുരിശ് യുദ്ധങ്ങൾ, അത് ചരിത്രം അറിയുന്നവർക്ക് അറിയാം കുരിശ് യുദ്ധങ്ങൾ എന്തിനായിരുന്നു, എന്തായിരുന്നു. ഹോളി ലാൻഡ് അഥവാ വിശുദ്ധ നാട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. അതിൻ്റെ ഒരു വൈര്യം ഇവർക്കിടയിൽ അന്നും നിലനിന്നിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ഒരു ബോസ്ഫറസ് കടലിടുക്ക് വഴി അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയുള്ള വാണിജ്യപാത പടിഞ്ഞാറൻ യൂറോപ്പിന് നഷ്ടപ്പെടുകയാണ്. പിന്നെ മറ്റൊരു വാണിജ്യപാതയായ മെഡിറ്ററേനിയൻ കടലിടുക്ക് അഥവാ യൂറോപ്പിൽ നിന്ന് നേരെ മെഡിറ്ററേനിയൻ കടലിൽ ഇറങ്ങി അവിടുന്ന് ആഫ്രിക്ക വഴി വരാവുന്ന ആ ഒരു റൂട്ടാവട്ടെ അതും പോർച്ചുഗീസുകാരെ സ്പെയിനുകാരെ സംബന്ധിച്ചൊന്നും പ്രായോഗികമായിരുന്നില്ല. കാരണം മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള വാണിജ്യപാതകൾ വെനീസിലെയും ജനോവയിലെയും അഥവാ അന്നത്തെ ഇറ്റാലിയൻ സിറ്റി സ്റ്റേറ്റുകളിലെ വ്യാപാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ യൂറോപ്യന്മാർ തമ്മിൽ മത്സരമുണ്ട്. സോ ഈ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യില്ല, ഇവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല. അതുകൊണ്ടാണ് വാസ്കോ ഡ ഗാമക്ക് പുതിയൊരു മാർഗം ഇന്ത്യയിലേക്ക് കണ്ടെത്തേണ്ടി വരുന്നത്. ഇനി ഈ ഒരു ഇന്ത്യയിലേക്ക് വരിക, ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വരിക, ആ ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളത് വാസ്കോ ഡ ഗാമയിൽ നിന്നല്ല തുടങ്ങുന്നത്. അതിനു മുമ്പേ പോർച്ചുഗീസിലെയും സ്പെയിനിലെയും എല്ലാം രാജാക്കന്മാർ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഡോം ഹെൻറിക് അഥവാ പ്രിൻസ് ഹെൻറി. പോർച്ചുഗീസ് പ്രിൻസ് ആയിരുന്നു. ഹെൻറി ദി നാവിഗേറ്റർ എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. അദ്ദേഹം 1418 മുതൽ ഇന്ത്യയിലെ ഉള്ള കപ്പൽ മാർഗം കണ്ടെത്താനായി തുടരെ കപ്പലുകൾ അയച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇന്ത്യ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടും ഒന്ന് അറബികളുടെയും മറ്റ് യൂറോപ്യൻ ശക്തികളുടെയും വാണിജ്യ കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ തദ്ദേശീയ ജനതയെ ക്രിസ്തീയ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തി അറബികളുടെയും തുർക്കികളുടെയും സ്വാധീനം ഇല്ലാതാക്കുക. അഥവാ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മറ്റ് ഇവർ കണ്ടെത്തുന്ന ഭൂപ്രദേശങ്ങളിലെ ആളുകളെ ക്രൈസ്തവരാക്കി മാറ്റിയാൽ അവർ പിന്നോട് മുസ്ലിങ്ങളായ അറബികളോടോ തുർക്കികളോടോ ഒന്നും ഒപ്പം ചേരില്ല. അങ്ങനെ തുർക്കികളുടെയും അറബികളുടെയും എല്ലാ സ്വാധീനം ഇല്ലാതാക്കാമെന്നും കണക്ക് കൂട്ടിയാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പോർച്ചുഗീസുകാർ അതുപോലെ തന്നെ സ്പെയിനുകാരും എല്ലാം എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പ്ലോറേഷന് തുടക്കമിടുന്നത്. 1487-88 കാലഘട്ടത്തിൽ അഥവാ വാസ്കോ ഡ ഗാമയ്ക്ക് മുമ്പ് ബാർത്തലോമിയോ ഡയസ് എന്ന് പറയപ്പെടുന്ന ഒരു പോർച്ചുഗീസ് നാവികൻ അന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇങ്ങനെ വന്ന് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളെല്ലാം ചുറ്റി ആഫ്രിക്കയുടെ ഏറ്റവും താഴെ ഉള്ള ആ ഒരു പോയിന്റിൽ എത്തി. അദ്ദേഹം അതിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ പ്രതീക്ഷയുടെ മുനമ്പ് എന്ന് പേരിട്ടു. കാരണം ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തലാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അവരെന്ത് ചെയ്തു, അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഫസ്റ്റ് പോയിന്റിലെത്തി. അഥവാ അറ്റ്ലാന്റിക്കിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് ബാർത്തലോമിയോ ഡയസ് ആണ്. അദ്ദേഹത്തിൻ്റെ യാത്ര അവിടെ അവസാനിച്ചു. പക്ഷേ ഇതെന്താണ്, പിന്നീട് വരുന്ന ഒരാൾക്ക് ഇന്ത്യയിലേക്കുള്ള മാർഗം പകുതി അവർ കണ്ടെത്തി കൊടുത്തു. ഇനിയാണ് നമ്മുടെ ഗാമ വരുന്നത്. ഗാമാസ് ഫസ്റ്റ് അർമാഡ. അർമാഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പലുകളുടെ ഒരു വ്യൂഹത്തെയാണ് നമ്മൾ പറയുക. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള ഓരോ വരവും ഓരോ അർമാഡകളായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുക, അർമാഡകൾ. അഥവാ അവരെല്ലാം വന്നത്, ഗാമയാവട്ടെ ശേഷം വന്ന കബ്രാളാവട്ടെ, എല്ലാവരും വന്നത് വലിയ പടുകൂറ്റൻ സൈനിക പടക്കപ്പലുകളും കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവ അർമാഡകൾ, പോർച്ചുഗീസ് അർമാഡകൾ എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, ദ പോർച്ചുഗീസ് അർമാഡാസ് വെർ പാർട്ട് ഓഫ് ദെയർ ഇന്ത്യൻ റൺ. ഇന്ത്യൻ റൺ എന്നുള്ളത് അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ അതിനുവേണ്ടി അവർ രൂപം കൊടുത്ത പോളിസിയെയാണ് അവർ ഇന്ത്യൻ റൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയിലേക്കുള്ള ഓരോ അർമാഡകളും ഈ ഒരു ഇന്ത്യൻ റൺ എന്നുള്ള ഈ ഒരു പോളിസിയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപൻ, അഡ്മിറൽ, കപ്പിത്താൻ എന്നെല്ലാം അറിയപ്പെടുന്നത് വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയ്ക്ക് ഡോം പദവി, ഡോം എന്നുള്ളത് പോർച്ചുഗലിലെ ഒരു പദവിയാണ്. ഇപ്പം ബ്രിട്ടീഷുകാരൊക്കെ നമ്മൾ സർ പദവിയൊക്കെ കേട്ടിട്ടുണ്ടാവും, സർ ഐസക് ന്യൂട്ടൺ എന്ന പോലെ ഡോം എന്നുള്ളതൊരു പദവിയാണ്. ആ ഒരു പദവി വാസ്കോ ഡ ഗാമയ്ക്ക് നൽകിയത് അന്നത്തെ പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ രാജാവാണ്, അഥവാ മാനുവൽ ഒന്നാമൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ കടൽ മാർഗം ഇന്ത്യയിലെത്തുന്നത്. ബാർത്തലോമിയോ ഡയസും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്ക വരെ എത്തിയിട്ടുള്ളൂ. എന്നാൽ കരമാർഗം ഇന്ത്യയിൽ ആദ്യം എത്തിയത് വാസ്കോ ഡ ഗാമയല്ല.
കരമാർഗ്ഗം ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യൻ വാസ്കോ ഡ ഗാമയല്ല. വാസ്കോ ഡ ഗാമക്കും 10 വർഷം മുമ്പ് ഈ ബാർത്തലോമിയോ ഡയസ് കടലിലൂടെയൊക്കെ ചുറ്റിത്തിരിയുന്ന ആ ഒരു കാലത്ത് മറ്റൊരു പോർച്ചുഗീസുകാരൻ, മറ്റൊരു യൂറോപ്യൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പെറോ ഡ കൊവിൽഹ. സോ ശ്രദ്ധിക്കണം, കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ, കരമാർഗ്ഗം എത്തിയത് പെറോ ഡ കൊവിൽഹ. ഇനി ഗാമയെ പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഗാമ യാത്ര ആരംഭിച്ചത് 1497 പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലെ ബേലം പോർട്ടിൽ നിന്നാണ്, ബേലം തുറമുഖത്ത് നിന്നാണ് ഗാമ യാത്ര ആരംഭിച്ചത്. 1498 മെയ് 20 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാപ്പാട്, കേരളത്തിലെ കോഴിക്കോട്ടെ കാപ്പാട് അഥവാ പഴയ പേര്, കാപ്പാടിൻ്റെ പഴയ പേര് കപ്പക്കടവ് എന്നാണ്. ഈ കപ്പക്കടവിൽ വന്ന് ഗാമ കപ്പലിറങ്ങി. കാപ്പാട് ഏത് പഞ്ചായത്തിലാണ് എന്ന് ചോദിച്ചാൽ ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. ഓക്കെ. ഗാമയുടെ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നായിരുന്നു. ആ ഒരു അർമാഡയിൽ ഈ സെൻറ്റ് ഗബ്രിയേലിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പ്രധാനപ്പെട്ട കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ അതുപോലെ സെൻറ്റ് ബെറിയോ എന്നിവ. ഓക്കെ. ഇനി ഗാമക്കൊപ്പം കോഴിക്കോട് വന്നിറങ്ങിയ മറ്റൊരു പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് വെൻഹോഫ്. ഓക്കെ. ഇനി ആ ഒരു കാലത്ത് ഗാമ വന്നിറങ്ങുന്ന ഒരു സമയത്ത് കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അന്ന് കോഴിക്കോട് ഭരിക്കുന്നത് നമുക്കറിയാം സാമൂതിരിയാണ്. സാമൂതിരി എന്നുള്ളതൊരു സ്ഥാനപ്പേരാണ്, ഒരു വ്യക്തിയുടെ പേരല്ല. അന്നത്തെ കോഴിക്കോട് ഭരണാധികാരിയുടെ ആ സ്ഥാനത്തിന് പറയുന്ന പേരാണ് സാമൂതിരി. അന്നത്തെ ആ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, അന്നത്തെ സാമൂതിരി ആരാണെന്ന് ചോദിച്ചാൽ മാനവിക്രമൻ രാജ അഥവാ മാൻകുറിശി എന്നറിയപ്പെടുന്ന മാനവിക്രമൻ രാജയാണ്. ഇദ്ദേഹം ഒരു ഭാഗത്തും ഇദ്ദേഹത്തിൻ്റെ തന്നെ സാമന്ത രാഷ്ട്രങ്ങളായ അഥവാ ഇദ്ദേഹത്തിൻ്റെ അധീശത്വം അംഗീകരിച്ചിട്ടുള്ള ഈ കൊച്ചി, കോലത്തിരി, പിന്നെ മറ്റ് ചെറുകിട ഒരുപാട് നാട്ടുരാജ്യങ്ങളൊന്നുണ്ടായിരുന്നു. ഇവരെല്ലാം മറ്റൊരു വശത്തുമായി ഒരു അധികാര വടംവലി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ പറയുന്ന കൊച്ചിക്കും കോലത്തിരി എന്ന് പറഞ്ഞാൽ കണ്ണൂരത്തെ രാജ, കണ്ണൂരാവട്ടെ മറ്റ് നാട്ടുരാജ്യങ്ങളാകട്ടെ, ഇവർക്കൊക്കെ കോഴിക്കോട് അന്ന് വലിയൊരു സാമ്രാജ്യമായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ ആ ഒരു പിടുത്തത്തിൽ നിന്ന്, കോഴിക്കോടിൻ്റെ അധീശത്വത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള തമ്മിലുള്ള അധികാര വടംവലി നിലനിൽക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു അനൈക്യം നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഗാമ വന്നിറങ്ങുന്നത്. ഈ കോഴിക്കോട്ടെ വാണിജ്യമാകട്ടെ അത് അറബികളുടെ കയ്യിലായിരുന്നു. അറബികളും ഇന്ത്യക്കാരും തമ്മിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യം വന്ന വിദേശികളാണ് അറബികൾ. അന്ന് തൊട്ടേ കച്ചവട ബന്ധമുണ്ട്. അറബികൾ കച്ചവടം മാത്രമാണ് ചെയ്തത്, മറ്റവരെ പോലെ ഇവിടെ പിടിച്ചെടുക്കാൻ നോക്കിയില്ല. സോ അറബികളും ഇന്ത്യക്കാരും തമ്മിൽ, കോഴിക്കോടും തമ്മിൽ അപ്പോഴും വളരെ നല്ല ബന്ധം നിലനിൽക്കുകയാണ്. അറബികളുടെ വാണിജ്യ കുത്തകയാണ് കോഴിക്കോട് നിലനിൽക്കുന്നത്. അങ്ങോട്ടേക്കാണ് ആര് വന്നിറങ്ങുന്നത്? ഈ പറയുന്ന യൂറോപ്യന്മാർ അഥവാ പോർച്ചുഗീസുകാർ വന്നിറങ്ങുന്നത്. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങിയ വാസ്കോ ഡ ഗാമയും സംഘത്തെയും എല്ലാ ആതിഥ്യ മര്യാദകളോടും കൂടി സാമൂതിരി സ്വീകരിക്കുകയാണ്. എന്നാൽ പോർച്ചുഗീസുകാർ സാമൂതിരിയോട് എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് പ്രത്യേക വ്യാപാര സൗകര്യങ്ങൾ വേണം, ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങൾ യൂറോപ്യന്മാരാണ്, അത്യാവശ്യം മോഡേൺ ആണ്. അറിയാമല്ലോ, യൂറോപ്യന്മാരുടെ അന്നത്തെ ആ ഒരു ചിന്താഗതി വെച്ച് അവർക്ക് ഈ നാറ്റീവ്സിനോട് അഥവാ മറ്റു രാജ്യങ്ങളോട് അത്ര വലിയ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നില്ല. സോ അവർ ഞങ്ങൾക്ക് പ്രത്യേക വ്യാപാര സൗകര്യങ്ങൾ വേണം. അവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് വ്യാപാരം ചെയ്യുന്ന ആരും സാമൂതിരിക്ക് കോഴിക്കോട്ടെ നിയമം അനുസരിച്ച് ചുങ്കം കൊടുക്കണമായിരുന്നു. ഈ ചുങ്കത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കൊണ്ടിറക്കിയ ചില ചരക്കുകൾ വിൽക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ വിൽപ്പനക്ക് അത്രത്തോളം ഡിമാൻഡ് ഇല്ലാത്ത ചില ചരക്കുകൾ സൂക്ഷിക്കാനെന്നും പറഞ്ഞ് കുറച്ചൊരു പോർച്ചുഗീസുകാരെ, സായുധരായ പോർച്ചുഗീസുകാരെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണമെന്നും ഗാമ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സാമൂതിരി ഇത് സമ്മതിച്ചു കൊടുത്തില്ല. കാരണം അവർക്ക് 2 കൊമ്പ് അധികമല്ലല്ലോ, എല്ലാവരെയും പോലെയാണ് എന്നുള്ള നിലക്ക് സാമൂതിരി എന്ത് ചെയ്തില്ല, അത് അനുവദിച്ചു കൊടുത്തില്ല. മാത്രമല്ല ഗാമ സാമൂതിരിക്ക് നൽകിയ സമ്മാനങ്ങളും സാമൂതിരിക്ക് അത്ര പിടിച്ചില്ല. കാരണം ഈ വെസ്റ്റേൺ കൾച്ചറിൽ അല്ലെങ്കിൽ പാശ്ചാത്യ യൂറോപ്യൻ കൾച്ചറിൽ സാധാരണ രാജാക്കന്മാർ ഇങ്ങനെ വന്നിറങ്ങുന്ന ആളുകൾക്ക് അങ്ങോട്ടേക്ക്, സഞ്ചാരികൾക്ക് അങ്ങോട്ടേക്ക് സമ്മാനം കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഈസ്റ്റേൺ ഭാഗത്ത് വന്നിറങ്ങുന്നവർ അല്ലെങ്കിൽ സഞ്ചാരികൾ രാജാവിനാണ് സമ്മാനം കൊടുക്കുക. സോ ആ ഒരു കൾച്ചറൽ ഡിഫറൻസാണ് യഥാർത്ഥത്തിൽ അവിടെ വർക്ക് ചെയ്തത്. പക്ഷേ ഗാമ സാമൂതിരിക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് അത്ര വാല്യുബിൾ അല്ല. അതുകൊണ്ട് തന്നെ സാമൂതിരിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. എങ്കിലും പോർച്ചുഗീസുകാർ കുറച്ചു കാലം കൂടി കോഴിക്കോട് തങ്ങുന്നുണ്ട്. പക്ഷേ അവർ നേരത്തെ പറഞ്ഞ പോലെ സാമൂതിരിക്ക് നികുതി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഫലമായി നികുതി കൊടുക്കാൻ വിസമ്മതിച്ചതിനാൽ ചില പോർച്ചുഗീസുകാരെ സാമൂതിരിയുടെ പടയാളികൾ തടഞ്ഞു വെച്ചു.
ഇതിന് പകരമായി കോഴിക്കോട്ടെ കുറച്ച് മുക്കുവന്മാരെയും നാട്ടുകാരെയും ഗാമ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ 1498 മെയ് 20 കോഴിക്കോട് വന്നിറങ്ങിയ വാസ്കോ ഡ ഗാമ ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. തിരിച്ചുള്ള മടക്കത്തിനിടെ കോലത്തിരി അഥവാ കണ്ണൂരിലെ രാജാവ്, നമുക്കറിയാം സാമൂതിരിയായിട്ട് ഉടക്കി നിൽക്കുകയാണ്. ആ രാജാവ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഗാമയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഗാമ കണ്ണൂരിറങ്ങി. കണ്ണൂരിൽ നിന്ന് നല്ല കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കോലത്തിരി നല്ലോണം കപ്പലിൽ നിറച്ചു കൊടുത്തു. അങ്ങനെ ആ ചരക്കും കൊണ്ട് 1499 പിറ്റത്തെ വർഷം ഗാമ എന്ത് ചെയ്തു? പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. ഗാമക്ക് ആ ഫസ്റ്റ് വോയേജാണ്. ആ ഫസ്റ്റ് യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടി ലാഭം ആ ഒരു യാത്രയിൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഗാമയ്ക്ക് ശേഷം രണ്ടാമത്തെ പോർച്ചുഗീസ് അർമാഡ അഥവാ സൈനിക കപ്പലുകളും കൊണ്ട് പടക്കപ്പലുകളുമായി രണ്ടാമത് ഗാമയ്ക്ക് ശേഷം വന്ന പോർച്ചുഗീസുകാരനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. ഓക്കെ, 1500 അദ്ദേഹം കോഴിക്കോട് തന്നെയാണ് വന്നെത്തുന്നത്. 1500 ബ്രസീൽ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഇന്നത്തെ ബ്രസീൽ നമുക്കറിയാം പണ്ട് പോർച്ചുഗീസ് കോളനി ആയിരുന്നു. ആ ബ്രസീൽ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ബ്രസീൽ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. ഈ ഒരു എക്സ്പ്ലോറേഷനിലൂടെ ബ്രസീലിൽ ആദ്യമായി എത്തുന്നത് പോർച്ചുഗീസുകാരാണ്. അങ്ങനെ എത്തിയത് അതാണ് ബ്രസീൽ കണ്ടുപിടിച്ചത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ പറയുന്ന കബ്രാളാണ്. ഇനി 33 കപ്പലുകളുമായി പോർച്ചുഗലിൽ നിന്ന് വന്നെങ്കിലും 6 കപ്പലുകൾ മാത്രമാണ് കോഴിക്കോട് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ബാക്കി കപ്പലുകളെല്ലാം ആ യാത്രയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു. ഇനി കബ്രാളിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ വാണിജ്യത്തിലെ അറബികളുടെ കുത്തക തകർക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കബ്രാൾ കോഴിക്കോട് വന്നിറങ്ങി. കബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറിസ് കൊറിയ, കബ്രാളിൻ്റെ പ്രതിനിധിയായ പോർച്ചുഗീസുകാരനായ ഐറിസ് കൊറിയയാണ് കബ്രാൾ സാമൂതിരിയെ കാണാൻ സാമൂതിരി കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. കോഴിക്കോട് ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറി തുടങ്ങാൻ സാമൂതിരി അനുവാദം കൊടുക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ഗാമയായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധമൊന്നും ആ ഒരു പ്രശ്നമൊന്നും കണക്കിലെടുക്കാതെ സാമൂതിരി അവസാനം എന്ത് ചെയ്യുകയാണ്? പോർച്ചുഗീസുകാർക്ക് കോഴിക്കോടൊരു ഫാക്ടറി തുടങ്ങാൻ അനുമതി കൊടുക്കുകയാണ്. എന്നാൽ പോർച്ചുഗീസുകാരെന്ത് ചെയ്യുകയാണ്? ഈ പോർച്ചുഗീസുകാർക്ക് അറബികളുമായിട്ട് വൈര്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതിനെ തുടർന്ന് പോർച്ചുഗീസ് അറബി വൈര്യത്തെ തുടർന്ന് കോഴിക്കോട് തുറമുഖത്തെ ഒട്ടേറെ അറബി കപ്പലുകൾ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ ഒന്നാകെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുകയാണ്. ഇതോടെ എന്ത് ചെയ്തു? കോഴിക്കോട്ടുകാർ ഇളകി. പകരമായിക്കൊണ്ട് കോഴിക്കോട്ടെ നാട്ടുകാരും സാമൂതിരിയുടെ നായർ പടയാളികളും എല്ലാം ചേർന്നുകൊണ്ട് പോർച്ചുഗീസ് ഫാക്ടറി നശിപ്പിക്കുകയും നിരവധി പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു. ഇതോടെ പിന്നെ കോഴിക്കോട് പോർച്ചുഗീസുകാർക്ക് നിൽക്കാൻ കഴിയാതായി. അവരെന്ത് ചെയ്തു? കോഴിക്കോട്ടിൽ നിന്ന് കപ്പലെടുത്തു. അങ്ങനെ 1500 അതേ വർഷത്തെ തന്നെ ഡിസംബർ 25 അഥവാ ക്രിസ്തുമസ് ദിനത്തിൽ അവർ കൊച്ചിയിൽ വന്നെത്തി. കൊച്ചിയിൽ എന്താണ്? കൊച്ചി രാജാവ് നമ്മൾ നേരത്തെ പറഞ്ഞു. കൊച്ചി രാജാവും സാമൂതിരിയായിട്ട് ഉടക്കി നിൽക്കുകയാണ്. കൊച്ചി രാജാവ് ഇവരെ 2 കൈയിൽ നീട്ടി സ്വീകരിച്ചു. കൊച്ചിയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ കൊച്ചി രാജാവുമായി പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഉടമ്പടിയിൽ ഏർപ്പെട്ടു. കൊച്ചിയിൽ ഇവരുള്ളപ്പോൾ തന്നെ കൊല്ലത്തെയും അതുപോലെ നേരത്തെ കണ്ണൂരിലെ കോലത്തിരിയും ഇവരെ ക്ഷണിച്ചു. എന്നാൽ കൊല്ലത്തേക്ക് പോകണമെങ്കിൽ വീണ്ടും കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് തെക്കോട്ടേക്ക് പോകണം. അതിന് നിൽക്കാതെ ഇവരെന്ത് ചെയ്യുകയാണ്? കബ്രാളും സംഘവും തിരിച്ചു മടങ്ങുകയാണ്. ഈ മടക്കയാത്രയിൽ സാമൂതിരിയുടെ നാവികപ്പടയോട് ഇവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നെങ്കിലും അധികം പരിക്കൊന്നുമില്ലാതെ കബ്രാൾ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ആ മടക്കയാത്രയിൽ പിന്നീട് ഇവർ കണ്ണൂർ ഇറങ്ങി കോലത്തിരീൻ്റെ നാട്ടിലിറങ്ങി അവിടുന്ന് കുറച്ച് ചരക്കൊക്കെ കയറ്റി അവർ 1501 കബ്രാളും സംഘവും പോർച്ചുഗലിലേക്ക് മടങ്ങി. ഇവർ തിരിച്ച് പോർച്ചുഗലിൽ എത്തും മുമ്പേ തന്നെ അവിടുന്ന് 3ാമതൊരു സംഘം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിരുന്നു, അഥവാ 3ാമത്തെ അർമാഡ. ആ 3ാമത്തെ സംഘത്തിൻ്റെ നേതാവ് അഥവാ 3ാമതായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് ജാവോ ഡ നോവ. ഇദ്ദേഹത്തിന് ഓൾറെഡി അറിയാം കോഴിക്കോട് എന്താണ്? ഹോസ്റ്റൈലാണ്. കോഴിക്കോട് വന്നിറങ്ങിയാൽ ശരിയാവില്ല, കാരണം പോർച്ചുഗീസുകാർ അജാതി പണി അവിടെ ഒപ്പിച്ചിട്ടാണ് പോകുന്നത്. അവിടുന്ന് മുട്ടം പണി കിട്ടും എന്നറിയുന്നതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട് തൊടാതെ കൊച്ചിയും അതിനുശേഷം മടക്കത്തിൽ കണ്ണൂർ ഇറങ്ങിയാണ്ട് ചരക്കും കയറ്റി തിരിച്ച് പോർച്ചുഗലിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇനിയാണ് ഗാമയുടെ 2ാം വരവ്. 1502 15 കപ്പലുകളുമായി ഒരു വൻ സൈനിക വ്യൂഹത്തോടെ ഒരു വലിയ അർമാഡയോട് കൂടിയാണ് ഗാമ വരുന്നത്. നമുക്കറിയാം ആദ്യം വന്നു പോയപ്പോൾ അത്ര നല്ല ഒരു ബന്ധമല്ല കോഴിക്കോട് നിന്ന് കിട്ടിയത്, കണ്ണൂരിൽ നിന്നൊക്കെ. പിന്നീട് വന്ന കബ്രാളാവട്ടെ കോഴിക്കോട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുകിലെന്താണെന്നറിയാം.
സോ ഇനി കോഴിക്കോട്ടുകാരെ, ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ സൈനിക വ്യൂഹവുമായിട്ടാണ് ഗാമയ രണ്ടാമത് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം വന്ന് തൊടുന്നത് അല്ലെങ്കിൽ വന്നിറങ്ങുന്നത് ആദ്യം അഞ്ച് ദ്വീപിലാണ്. അഞ്ച് ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കർണാടക കോസ്റ്റലിലുള്ളൊരു ദ്വീപാണ് അഞ്ച് ദ്വീപ്. അവിടെ വന്നിറങ്ങി അവിടുന്ന് തലങ്ങും വിലങ്ങും അറബി കപ്പലുകൾക്ക് നേരെ വ്യാപകമായിട്ട് ആക്രമിച്ചു വിടുകയാണ്. കണ്ണ് കാണുന്ന എല്ലാ അറബി കപ്പലുകളും ഒന്നൊഴിയാതെ നശിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം കണ്ണൂർ സന്ദർശിക്കുകയാണ്. അവിടെ എത്തി കോലത്തിരിയെ കണ്ട് കൊച്ചിയിൽ ഇവർക്ക് ഏത് വിലക്കാണോ പോർച്ചുഗീസുകാർക്ക് കൊച്ചി രാജാവ് കുരുമുളക് കൊടുക്കുന്നത്, അതേ വിലക്ക് കണ്ണൂരിൽ നിന്നും കുരുമുളക് തരാമെന്ന് കോലത്തിരിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ഇദ്ദേഹം പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് വരികയാണ്. കോഴിക്കോട് വെറും കൈയോടെ അല്ല വരുന്നത്, ഈ കണ്ട പടക്കപ്പലുകളും കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ നേരെ അങ്ങനെ അങ്ങോട്ട് ആക്രമിക്കാൻ കഴിയില്ല. അങ്ങനെ കോഴിക്കോട് വന്ന് സാമൂതിരിയെ കണ്ട് നേരത്തെ കബ്രാളിൻ്റെ സമയത്ത് കബ്രാൾ ഒപ്പിച്ചു വെച്ച പണിക്ക് പകരമായിക്കൊണ്ട് ഫാക്ടറി നശിപ്പിച്ചിരുന്നു. കോഴിക്കോട്ടുകാർ നശിപ്പിച്ച് കുറേ പോർച്ചുഗീസുകാരെ വധിച്ചിരുന്നു. അത് ചെയ്ത ആളുകളെ ശിക്ഷിക്കാമെന്ന് സാമൂതിരിയിൽ നിന്ന് ഉറപ്പ് വാങ്ങുകയാണ് വാസ്കോ ഡ ഗാമ. മറ്റൊരു ഡിമാൻഡ് കൂടി വാസ്കോ മുന്നോട്ട് വെച്ചു. അറബികളെ മൊത്തം കോഴിക്കോട്ടിൽ നിന്ന് പുറത്താക്കണം. അറബി കച്ചവടക്കാരെ മൊത്തം കോഴിക്കോട്ടിൽ നിന്ന് പുറത്താക്കണം. അറബി കച്ചവടക്കാരും കോഴിക്കോടും അല്ലെങ്കിൽ കേരളവും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് നൂറ്റാണ്ടുകളായുള്ളതാണ്. ഒരു ദിവസം പോർച്ചുഗീസുകാർ ഇന്നലെ വന്ന് പറയുകയാണ് അറബികളെ മൊത്തം പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായമായൊരു ആവശ്യമല്ല. സാമൂതിരി അതിന് സമ്മതിച്ചില്ല. ഇതോടെ സാമൂതിരി ഏറ്റടഞ്ഞ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? കോഴിക്കോടിന് നേരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് പീരങ്കി ആക്രമണം എന്ന് വെച്ചാൽ കപ്പലിൽ നിന്ന് പീരങ്കി ഉപയോഗിച്ച് കോഴിക്കോടിലേക്ക് തുടരെ ആക്രമണം അഴിച്ചുവിട്ടു. ഈ കോഴിക്കോട് ആക്രമണം, ഗാമയുടെ കോഴിക്കോട് ആക്രമണം നടന്ന വർഷം 1502. അങ്ങനെ കോഴിക്കോടിനൊരു വഴിക്കാക്കി ഗാമ കോഴിക്കോട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയോടൊപ്പം തന്നെ കോഴിക്കോട്ടേക്ക് ഇനി വരുന്ന മറ്റ് അറബി കപ്പലുകൾ എല്ലാം എന്ത് ചെയ്യണം? നശിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങൾ, അതിന് വേണ്ട കുറച്ച് കപ്പലുകളെ കടലിൽ അവിടെയും ഇവിടെയും ബാക്കി വെച്ചു പോർച്ചുഗീസുകാർ. ഇതിനുശേഷം പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തി. പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയിൽ, കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും സമ്മതമായൊരു വിലയിൽ കുരുമുളക് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് നൽകാമെന്നൊരു ഉടമ്പടി കൊച്ചി രാജാവുമായിട്ട് പോർച്ചുഗീസുകാർ ഒപ്പിട്ടു. അതുപോലെ തന്നെ ഇഷ്ടമുള്ളിടത്തോളം വ്യാപാരശാലകളും സൈനിക കേന്ദ്രങ്ങളും കൊച്ചിയിൽ സ്ഥാപിക്കാനും പോർച്ചുഗീസുകാർക്ക് കൊച്ചി രാജാവ് എന്ത് ചെയ്തു? അനുമതി നൽകി. അങ്ങനെ കൊച്ചിയിൽ ആയിരിക്കുന്ന സമയത്ത് കൊല്ലം രാജാവ് വാസ്കോയെയും സംഘത്തെയും കൊല്ലത്തേക്ക് ക്ഷണിച്ചു. നേരത്തെ കബ്രാളിന് കൊല്ലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം വാസ്കോ എന്ത് ചെയ്തു? കൊല്ലത്ത് പോയി അവിടുന്ന് കുരുമുളകൊക്കെ കയറ്റി തിരിച്ച് പോർച്ചുഗലിലേക്ക് യാത്രയായി. ഈ തിരിച്ചുള്ള യാത്രക്കിടയിൽ 1503 ആണ് തിരിച്ചു മടങ്ങുന്നത്. ഈ യാത്രക്കിടയിൽ വീണ്ടും സാമൂതിരിയുടെ നാവിക പടയെ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിലും അധികം പരിക്കൊന്നും കൂടാതെ വാസ്കോയും സംഘവും എന്ത് ചെയ്തു? പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. ഇനി അടുത്തൊരു പ്രധാന സംഭവം ഈ ഒരു സമയത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചിയും കോഴിക്കോടും തമ്മിൽ അടിയായി, യുദ്ധം നല്ല ഓപ്പൺ വാറിലേക്ക് എത്തി. അതുവരെ എന്താണ്, ഈ ഒരു അസ്വാരസ്യമുണ്ടെന്നേ ഉള്ളൂ, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതല്ല കഥ, ഇത് എത്തി. അതിനുള്ള പെട്ടെന്നുള്ള കാരണം എന്ന് വെച്ചാൽ കൊച്ചിയുടെ പോർച്ചുഗീസ് ബന്ധം, കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരെ നല്ലോണം സൽക്കരിച്ചല്ലോ, അത് സാമൂതിരിക്ക് പിടിക്കുന്നില്ല. മാത്രമല്ല കൊച്ചി എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഒരു സാമന്ത രാജ്യമാണ്. സാമൂതിരിയുടെ കീഴിൽ സാമൂതിരിയുടെ അധീശത്വം അംഗീകരിച്ച ആളാണ് ആര്? കൊച്ചി രാജാവ്. കീഴിലുള്ളൊരു രാജ്യമാണ്. എന്നിട്ടും സാമൂതിരിക്ക് പുല്ലുവില കൽപ്പിച്ച് പോർച്ചുഗീസുകാരുമായി യഥേഷ്ടം ബന്ധം സ്ഥാപിച്ചപ്പോൾ അത് സാമൂതിരിക്ക് പറ്റിയില്ല. സാമൂതിരി അതിന് വിശദീകരണം ചോദിക്കുന്നുണ്ട് കൊച്ചി രാജാവിനോട്. പക്ഷേ കൊച്ചി രാജാവ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതോടെ എന്ത് ചെയ്തു? കോഴിക്കോട് കൊച്ചിയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1503 കോഴിക്കോട് സൈന്യം കൊച്ചിയെ ആക്രമിച്ചു. കോഴിക്കോട് കൊച്ചിയെ ആക്രമിക്കുന്ന സമയത്ത് ലോറൻസോ മൊറീഞ്ഞോയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ പോർച്ചുഗീസ് സൈന്യം മാത്രമാണ് കൊച്ചിയിലുണ്ടായിരുന്നത്. ആ ഒരു സൈന്യം വലിയ കോഴിക്കോട് സൈന്യത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും ആയിരുന്നില്ല. ആദ്യത്തെ ആക്രമണങ്ങളിൽ അതുകൊണ്ട് തന്നെ കൊച്ചിക്ക് കനത്ത തിരിച്ചടി നേരിട്ട് കൊച്ചി രാജാവ് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം തേടി. 1503, 1504 കാലഘട്ടത്തിലെ കോഴിക്കോട് യുദ്ധത്തിൽ കൊച്ചി രാജാവ് അഭയം തേടിയത് എവിടെ എന്ന് ചോദിച്ചാൽ അത് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിലാണ്.
ഇങ്ങനെ കൊച്ചിക്ക് മേൽ കോഴിക്കോട് അതിശക്തമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലാണ് മഴക്കാലം, മൺസൂൺ വരുന്നത്. മൺസൂണിൻ്റെ വരവോടെ ഓണത്തിന് ശേഷം യുദ്ധം പുനരാരംഭിക്കുവാൻ എന്ന വിധം ശക്തമായൊരു സൈന്യത്തെ കൊച്ചിയിൽ നിർത്തിക്കൊണ്ട് സാമൂതിരി എന്ത് ചെയ്യാണ്, കോഴിക്കോട്ടേക്ക് മടങ്ങുകയാണ്. ഇനി മഴയൊക്കെയാണ്, പുഴയിലെല്ലാം വെള്ളം കയറും, പെരിയാറെല്ലാം നിറഞ്ഞൊഴുകും. സോ അതൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം പുനരാരംഭിക്കാമെന്നും പറഞ്ഞ് ഒരു വലിയ സൈന്യത്തെ കൊച്ചിയിൽ താൽക്കാലികമായി നിർത്തിക്കൊണ്ട് സാമൂതിരി അങ്ങോട്ടേക്ക് മടങ്ങുകയാണ്, തൻ്റെ കോഴിക്കോട്ടേക്ക് മടങ്ങുകയാണ്. പക്ഷേ സാമൂതിരി വിചാരിച്ച പോലെയല്ല പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ നടക്കുന്നത്. സാമൂതിരി മൺസൂണൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിന് തിരിച്ചു വന്നപ്പോഴേക്കും അൽബുക്കർക്കിൻ്റെയും പച്ചേച്ചോയുടെയും നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സൈന്യം കൊച്ചിയിൽ എത്തിയിരുന്നു. അതായത് നേരത്തെയുള്ള ലോറൻസോ മറീഞ്ഞോ മാത്രമല്ല, ആരെത്തി? അൽബുക്കർക്ക് പിന്നീട് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഗവർണറായി വരുന്നുണ്ട്, അതിലേക്കെല്ലാം നമുക്ക് വരാം. ഈ അൽബുക്കർക്കിൻ്റെയും അതുപോലെ പച്ചേച്ചോ എന്ന് പറയുന്ന ഒരു സൈനിക തലവൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പോർച്ചുഗീസ് സൈന്യം കൊച്ചിയിൽ എത്തിയിരുന്നു. അവരുടെ സഹായത്തോടെ കോഴിക്കോടിനെ പ്രതിരോധിച്ചു. കോളറ പടർന്നു പിടിച്ചതും കോഴിക്കോട് സൈന്യത്തിന് എന്തായി? തലവേദനയായി. പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ ഈ ഒരു സേവനത്തിന് പ്രത്യുപകാരമായി 1503 ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട, മാനുവൽ രാജാവിൻ്റെ പേരാണ് അതിന് നൽകിയത്. മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നെല്ലാം അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അൽബുക്കർക്കിന് അനുവാദം നൽകി. സോ മാനുവൽ കോട്ട നിർമ്മിക്കുന്നത് 1503 നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. ഓക്കെ, ഇന്നത്തെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിൽ ചെന്ന് നോക്കിയാൽ കാണാം ഇതിൻ്റെ അവശിഷ്ടം. ഓക്കെ, ഈ കോട്ടയോടനുബന്ധിച്ച് തന്നെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും നിർമ്മിച്ചു. സോ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി നിർമ്മിച്ചതും 1503 അൽബുക്കർക്കാണ്. ഇവിടെയാണ് പിന്നീട് വാസ്കോഡ ഗാമയുടെ എല്ലാം മൃതശരീരം സംസ്കരിക്കുന്നതൊക്കെ, അതിലേക്കെല്ലാം നമുക്ക് വരാം. പോർച്ചുഗീസുകാരുടെ നിർദ്ദേശപ്രകാരം പിന്നീട് കൊച്ചി രാജാവ് 5 കൈമൾമാരുമായി ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു 5 കൈമൾമാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ കൊച്ചിയിലെ അല്ലെങ്കിൽ എറണാകുളം പ്രദേശത്തെ നായർ മാടമ്പിമാരായിരുന്നു. ഇവരെല്ലാം സാമൂതിരിയോട് കൂറുള്ളവരായിരുന്നു. പക്ഷേ അവരോട് കൊച്ചി രാജാവ് ബന്ധം ഉണ്ടാക്കിയതോടുകൂടി അവരൊക്കെ എന്ത് ചെയ്തു? സാമൂതിരിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കൊച്ചിയുടെ അധീശത്വം സ്വീകരിച്ചു. പോർച്ചുഗീസുകാർ സാമൂതിരിക്കെതിരെ യുദ്ധത്തിന് എന്ത് ചെയ്തു? കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. അതേസമയം സാമൂതിരി ആവട്ടെ കോഴിക്കോട്ടെ മുസ്ലിം വ്യാപാരികളുടെ സഹായത്താൽ ഉച്ചയ്ക്ക് മേലല്ല, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, കൊച്ചിക്ക് മേൽ അരി ഇറക്കുമതിയുടെ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ കൊച്ചിയിലേക്ക് അരി എത്താതെയായി. കൊച്ചിക്കെതിരെ സാമൂതിരിയും എന്ത് ചെയ്തു? യുദ്ധത്തിന് വീണ്ടും തയ്യാറായി. എന്നാൽ പോർച്ചുഗീസ് സഹായത്തോടെ കൊച്ചി ഇതിനെ പ്രതിരോധിച്ചു. 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്തു. ഇതോടെ കൊടുങ്ങല്ലൂർ രാജാവ് കോഴിക്കോടുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പോർച്ചുഗീസുകാരോടൊപ്പം ചേർന്നു. കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ ഒന്നാമത്തെ യുദ്ധവിജയമാണ് ഈ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് 1504 കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കാനായത്. ഓക്കെ, ഇനി എസ്റ്റാഡോ ഡ ഇന്ത്യ അഥവാ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഔദ്യോഗികമായി പോർച്ചുഗീസുകാർ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് എസ്റ്റാഡോ ഡ ഇന്ത്യ. ഇത് സ്ഥാപിക്കാനുണ്ടായ അവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട 2 കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ത്യയിലെ പോർച്ചുഗീസ് കോട്ടകളും കോളനികളും സംരക്ഷിക്കുക, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായ വിശുദ്ധ യുദ്ധത്തിന് സഹായകമാകുന്ന രീതിയിൽ ഒരു പോർച്ചുഗീസ് ക്രിസ്ത്യൻ ഭരണം കെട്ടിപ്പടുക്കുക. മുസ്ലിങ്ങളോട് എന്താണ് ഇവർക്ക് ഇത്ര വൈര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞു, അത് കുരിശ് യുദ്ധങ്ങളുടെ ബാക്കി പത്രമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ പോർച്ചുഗീസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഐബീരിയൻ പെനിൻസുല അതുവരെ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ കയ്യിൽ നിന്ന് 1492 സ്പെയിനെല്ലാം വീണ്ടും ക്രിസ്ത്യൻ ഭരണത്തിന് കീഴിൽ വരുന്നത്. റീകോൺക്വസ്റ്റ എന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രങ്ങൾ അറിയാൻ കഴിയും. അതോടെ സ്പെയിനിലും പോർച്ചുഗലിലും എല്ലാം ഉണ്ടായിരുന്ന അന്നത്തെ മുസ്ലിങ്ങളെയും അതുപോലെ യഹൂദരെയും എല്ലാം ഇവർ അവിടെ നാട്ടിപ്പുറത്തേക്കാണ്. സോ ആ ഒരു വൈര്യത്തിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നതും. ഓക്കെ, അങ്ങനെ അവർ ഇന്ത്യയിൽ ഔദ്യോഗികമായി അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അങ്ങനെ ഗാമയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്ന ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന പോർച്ചുഗീസുകാരനാണ് അല്ലെങ്കിൽ പോർച്ചുഗീസ് നായകനാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. സോ ഇന്ത്യയിൽ ഔദ്യോഗികമായി സ്റ്റേറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇദ്ദേഹം വരുന്നത്.
അതെന്താണ്? ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളോട് കൂടിയാണ്. അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് അഥവാ ഗവർണർ എന്ന പദവിയോട് കൂടിയാണ് ഇദ്ദേഹം വരുന്നത്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ഗവർണർമാരിൽ എല്ലാവരും ഒന്നും വൈസ്രോയി അല്ല. വൈസ്രോയും ഗവർണറും തമ്മിലെല്ലാം യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട്. വൈസ്രോയി എന്നുള്ളത് ഒന്നും കൂടി ഡിഗ്രി കൂടിയ ഒരു പദവിയാണ്. അത് എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. പക്ഷേ PSCക്ക് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. അൽമേഡ എന്താണ്? വൈസ്രോയി ആണ്. വൈസ്രോയി ആയ ഒരാൾ സ്വാഭാവികമായും ഗവർണറും ആയിരിക്കും. പക്ഷേ എല്ലാ ഗവർണറും വൈസ്രോയി ആവണമെന്ന് ഇല്ല. ഓക്കെ, എന്തായാലും വിടായി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇന്ത്യയിലെ PSCക്കൊക്കെ ചിലപ്പം ഗവർണർമാരെയും വൈസ്രോയി എന്നെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവർ അത്രത്തോളം ആ ഒരു വ്യത്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓക്കെ, എന്താ ആവട്ടെ, വിട്ടേക്ക്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെത്തി. 5 ദ്വീപ്, കണ്ണൂർ, കൊച്ചി, കൊല്ലം, അതുപോലെ മലാക്ക, ഇന്നത്തെ മലേഷ്യയിലെ മലാക്ക എന്നിവിടങ്ങളിൽ കോട്ടകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇദ്ദേഹമാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിക്കുന്നത് 1505. അതുപോലെ തന്നെ അതേ വർഷം തന്നെ 5 ദ്വീപ് കോട്ട 5 ദ്വീപിൽ സ്ഥാപിക്കുന്നതും അൽമേഡയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം. അതായത് സമുദ്രത്തിൽ ആണ് പോർച്ചുഗീസുകാർ തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടത്, ശക്തി കെട്ടിപ്പടുക്കേണ്ടത്. കരയിൽ കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ സമുദ്രത്തിൽ ശക്തി കെട്ടിപ്പടുക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനും ഇന്ത്യയിൽ തുടർന്ന് അങ്ങോട്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും കഴിയൂ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് നേവിയെ മാക്സിമം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പോളിസി. അതാണ് ഈ ബ്ലൂ വാട്ടർ പോളിസി. സമുദ്രത്തിൽ എപ്പോഴും രാജാക്കന്മാരായിരുന്നാൽ കരയിൽ സ്വാഭാവികമായി രാജാക്കന്മാരാകാം എന്ന് അൽമേഡ മനസ്സിലാക്കി. ഈ ഒരു ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ മറ്റൊരു നയം തന്നെയാണ് കാർട്ടർ വ്യവസ്ഥ. കാർട്ടർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള മറ്റെല്ലാ കപ്പലുകളും അതിലൂടെ വാണിജ്യം നടത്തുന്നതിലും കടന്നു പോകുന്നതിലെല്ലാം പോർച്ചുഗീസുകാരിൽ നിന്നൊരു പാസ് വാങ്ങിയിരിക്കണം. അതിന് നിശ്ചിതമായ തുക അങ്ങോട്ടും കൊടുക്കണം. അങ്ങനൊരു വ്യവസ്ഥയും ഇവരെന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ വാങ്ങാതെ ഏതെങ്കിലും കപ്പൽ അതിലെ കടന്നു പോയാൽ കണ്ണും പൂട്ടി ആക്രമിക്കും. ഓക്കെ, ഇനി കൊല്ലത്ത് അൽമേഡയുടെ മകൻ ലോറൻസ് സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി വീണ്ടും. ഇനിയാണ് 1506 കണ്ണൂർ യുദ്ധം. അൽമേഡയുടെ കാലത്താണ് കണ്ണൂർ യുദ്ധം നടക്കുന്നത് 1506. അൽമേഡയുടെ മകൻ ലോറൻസ് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെയും അതുപോലെ അറബികളുടെയും സഹായമുണ്ടായിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയ്ക്ക് കനത്ത നാശം ഈ യുദ്ധത്തിൽ ഏൽപ്പിച്ചു. ഇതിനിടയിൽ കോലത്തിരി എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുമായി ഇടഞ്ഞു. പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ലക്ഷ്യം കച്ചവടമല്ല, സാമ്രാജ്യം ഉണ്ടാക്കലാണ് എന്ന് സാമൂതിരി കോലത്തിരിയെ പറഞ്ഞ് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ പോർച്ചുഗീസുകാരുടെ കണ്ണൂരിലെ മുസ്ലിങ്ങളോടുള്ള ക്രൂരമായ പെരുമാറ്റവും കോലത്തിരിയെ എന്താക്കി? പോർച്ചുഗീസുകാർക്ക് എതിരെയാക്കി. കോലത്തിരി സൈന്യം കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട വളഞ്ഞ് 4 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ ട്രിസ്റ്റാവോ ഡാ കുൻഹയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സൈന്യം യൂറോപ്പിൽ നിന്നെത്തുകയും ഈ ഒരു ഉപരോധം പൊളിക്കുകയും ചെയ്തു. ഇതോടെ പോർച്ചുഗീസുകാരുമായി സന്ധിയിൽ ഏർപ്പെടാൻ കോലത്തിരി നിർബന്ധിതനായി. ഇനി അൽമേഡയുടെ കാലത്ത് നടന്ന മറ്റൊരു പ്രശസ്തമായ യുദ്ധമാണ് 1508 ചൗൾ യുദ്ധം. മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഈജിപ്തിൽ നിന്ന് അമീർ ഹുസൈൻ അൽ കുർദിയുടെ നേതൃത്വത്തിലുള്ള മംലൂക്ക് നാവികപ്പട മഹാരാഷ്ട്ര തീരത്തെ ചൗളിൽ വെച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുകയും താൽക്കാലികമായി പോർച്ചുഗീസ് സമുദ്ര മേധാവിത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ അൽമേഡയുടെ മകനായ ലോറൻസ് വധിക്കപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് 1509 ദിയു യുദ്ധം. ദാമൻ ദിയു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ദിയു തന്നെയാണ് ഈ ദിയു. അൽമേഡ ആദ്യമായി ബോംബെയിൽ എത്തുകയും വെനീസ് റിപ്പബ്ലിക്കിൻ്റെയും റഗുസ റിപ്പബ്ലിക്കിൻ്റെയും ദുബ്രോവിനിക് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ യൂറോപ്പിലെ ക്രൊയേഷ്യ ആ ഭാഗത്തുണ്ടായിരുന്ന അന്നത്തെ ഒരു റിപ്പബ്ലിക്കാണ്. അവരുടെയും വെനീസ് റിപ്പബ്ലിക്കിൻ്റെ എല്ലാം സഹായമുണ്ടായിരുന്ന ഓട്ടോമൻ, ഈജിപ്ത്, സാമൂതിരി, ഗുജറാത്ത് സുൽത്താൻ എന്നിവർ ചേർന്ന ഇവരുടെ സംയുക്ത സൈന്യത്തെ പോർച്ചുഗീസുകാർ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ പറഞ്ഞ വെനീഷ്യരും അതുപോലെ റഗുസക്കാരൊക്കെ എന്തിനാണ് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, യൂറോപ്യന്മാർക്കിടയിലും എന്തുണ്ട്? മത്സരമുണ്ട്.
ഈ യുദ്ധത്തോടെ ഓട്ടോമൻസും ഈജിപ്തുകാരും ഇന്ത്യൻ സമുദ്രം വിടുകയും ഇന്ത്യൻ കടലിൽ പോർച്ചുഗീസ് ആധിപത്യം വീണ്ടും സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ചൗൾ യുദ്ധത്തോടെ ഇല്ലാതായ ആധിപത്യം ദിയു യുദ്ധത്തോടെ പോർച്ചുഗീസുകാർ തിരിച്ചു പിടിച്ചു എന്നർത്ഥം. 1509 അൽമേഡ പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. ഇനി അൽമേഡയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക്. 1509 മുതൽ 1515 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം. ഇന്ത്യ ഭരിച്ച ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് യഥാർത്ഥത്തിൽ ഈ കണ്ട ഗാമയും കബ്രാളും അൽമേഡയും എല്ലാം കാട്ടിയതിൻ്റെ അങ്ങേയറ്റമാണ് അൽബുക്കർക്കിൻ്റെ ഭരണം. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലൊരു ഹോൾഡ് ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിച്ച് പോർച്ചുഗീസുകാരുടെ വാണിജ്യം ഭദ്രമാക്കുക മാത്രമായിരുന്നില്ല അൽബുക്കർക്കിൻ്റെ ലക്ഷ്യം. മറിച്ച് നാടുകൾ വെട്ടിപ്പിടിച്ചും നയതന്ത്രം കൊണ്ട് കീഴടക്കിയും ഇന്ത്യയിലൊരു പോർച്ചുഗീസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. 1510 അദ്ദേഹം കോഴിക്കോടിന് നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. മാർഷൽ കുട്ടീഞ്ഞോയാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചത്. 1510 കോഴിക്കോട് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. 1502 കോഴിക്കോട് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് വാസ്കോ ഡ ഗാമയാണ്. ഈ 1510 ആക്രമണത്തിൽ സാമൂതിരിയുടെ കൊട്ടാരം പോർച്ചുഗീസുകാർ ചുട്ടരിച്ചു. എന്നാൽ ആ യുദ്ധത്തിൽ കുട്ടീഞ്ഞോ വധിക്കപ്പെട്ടു. 1510 തന്നെ ഗോവ, നമുക്കറിയാം ഗോവയാണ് പിന്നീട് ഇന്ത്യ ചരിത്രത്തിൽ പോർച്ചുഗീസുകാരുടെ കേന്ദ്രമായി വന്നത്. ഈ ഗോവ പിടിച്ചെടുക്കുന്നത് അൽബുക്കർക്കാണ്. 1510 അന്നത്തെ ബീജാപ്പൂർ സുൽത്താനായിരുന്ന ഇസ്മായിൽ ആദിൽ ഷായിൽ നിന്നാണ് ഗോവ പിടിച്ചെടുക്കുന്നത്. പോർച്ചുഗീസ് കേന്ദ്രം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ്. ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ PSCക്കൊക്കെ സാധാരണ PSCക്ക് ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. PSC കൊടുക്കുന്ന ആൻസർ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒഫീഷ്യലി പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കല്ല, മറിച്ച് നിനോ ഡാ കുൻഹ എന്നറിയപ്പെടുന്ന ഏതാണ്ടൊരു 10-15 വർഷം അൽബുക്കർക്കിന് ശേഷം കഴിഞ്ഞു വരുന്ന മറ്റൊരു പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇതിലേക്കെല്ലാം നമ്മൾ വരുന്നുണ്ട്. പക്ഷേ PSCയുടെ ആൻസർ എന്താണ് എന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. സോ കൊച്ചിയിൽ നിന്ന് ശരിക്ക് ഗോവ പിടിച്ചെടുത്ത ശേഷം പോർച്ചുഗീസുകാരുടെ ഒരു ആസ്ഥാനം കേന്ദ്രം എന്ന് പറയുന്നത് ഗോവ തന്നെയായിരുന്നു. കൊച്ചിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അവരുടെ ഭരണകേന്ദ്രങ്ങളെല്ലാം കൊച്ചിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഗോവയിലേക്ക് മാറ്റുന്നത് ഈ ഒരു നിനോ ഡാ കുൻഹയുടെ കാലത്താണെന്ന് മാത്രം. പക്ഷേ PSCയുടെ ആൻസർ അൽബുക്കർക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് അല്ലെങ്കിൽ പോർച്ചുഗീസ് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്ക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഓപ്ഷൻ തരികയാണ്, ഓപ്ഷനിൽ അൽബുക്കർക്കും നേരത്തെ പറഞ്ഞ നിനോ ഡാ കുൻഹയും രണ്ടുപേരും ഉണ്ടെങ്കിൽ അതിൽ പ്രിസൈസായ ആൻസർ എന്ന് പറയുന്നത് നിനോ ഡാ കുൻഹയാണ്. NCERTയിലെല്ലാം നിനോ ഡാ കുൻഹയാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ശരിയായ ഉത്തരവും. പക്ഷേ PSCയുടെ ചില റാങ്ക് ഫയലുകളിലെല്ലാം അൽബുക്കർക്കിനെ തന്നെ കൊടുത്തതായി കാണാം. ഓക്കെ, എന്തോ ആവട്ടെ. ഇനി പോർച്ചുഗീസ് കേന്ദ്രം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ പോർച്ചുഗീസ് സൈന്യത്തിൽ ആദ്യമായി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയതും അൽബുക്കർക്കാണ്. വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചു. നീതിന്യായ വ്യവസ്ഥ കർശനമാക്കി. പോർച്ചുഗീസുകാരുടെ അഴിമതിയും സ്വകാര്യ വ്യാപാരവും എല്ലാം നിരോധിച്ചു. അതുപോലെ അൽബുക്കർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോളിസിയായിരുന്നു സങ്കരവാസ സങ്കേതങ്ങൾ അഥവാ മിശ്ര കോളനി വ്യവസ്ഥ, മിക്സഡ് കോളനീസ്. അതായത് ഇന്ത്യക്കാരായ സ്ത്രീകളെ പോർച്ചുഗീസുകാർ വിവാഹം കഴിച്ച് അങ്ങനെ ഒരു പോർച്ചുഗീസ് ഇന്ത്യൻ ബന്ധത്തിൽ മറ്റൊരു തലമുറയുണ്ടായി. അങ്ങനെ ഒരു സങ്കര സമൂഹം ഉണ്ടാവണം. അത് പോർച്ചുഗീസുകാർക്ക് കൂടുതൽ പോർച്ചുഗീസ് ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിന് കൂടുതൽ പ്രയോജനകരമാവും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. പക്ഷേ അത് എന്തായില്ല, പിന്നീട് അത് റോങ് ആയിരുന്നു, അത് ശരിയായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു സങ്കരവർഗത്തെ ഇന്ത്യക്കാർക്കും കണ്ടുകൂടാതായി, പോർച്ചുഗീസുകാർക്കും കണ്ടുകൂടാതായി. സോ അത് പ്രയോജനപ്പെട്ടിട്ടില്ല അവർക്ക്. സോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് സങ്കരവാസ സങ്കേതങ്ങൾ അല്ലെങ്കിൽ മിശ്ര കോളനി വ്യവസ്ഥ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. ഇനി ഗോവയിൽ അദ്ദേഹം നാണയ നിർമ്മാണശാല ആരംഭിച്ചു. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും പുറത്തിറക്കുകയും ചെയ്തു. മലാക്ക തൊട്ട്
മലേഷ്യയിലെ മലാക്ക തൊട്ട് അങ്ങ് ഹോർമുസ് കടലിടുക്ക് വരെ പോർച്ചുഗീസ് നിയന്ത്രണത്തിൽ എന്തായി? ഈ അൽബുക്കർക്കിൻ്റെ കാലത്ത് മലാക്ക തൊട്ട് ഹോർമുസ് വരെയുള്ള സമുദ്രം മൊത്തം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിൽ ആയി. ഗോവയിൽ സതി നിരോധിക്കുന്നതും അൽബുക്കർക്കാണ്. സോ ബ്രിട്ടീഷുകാർക്കൊക്കെ മുമ്പേ, വാറൻ ഹേസ്റ്റിങ്സിനൊക്കെ മുമ്പേ ഇന്ത്യയിൽ എന്തുണ്ട്? സതി നിരോധിച്ചിട്ടുണ്ട്. മുഗളന്മാരടക്കം സതി നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ ചോദ്യം, സതി നിരോധിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ഗോവയിലാണ് സതി നിരോധിച്ചത് ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. ഇനി 1513 കണ്ണൂർ സന്ധി എന്ന് പറയപ്പെടുന്ന ഒരു സന്ധി സാമൂതിരിയുമായി ഒപ്പിട്ടത് അൽബുക്കർക്കാണ്. ആ സന്ധിയിലെ പ്രധാന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന്, കോഴിക്കോട് പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്ത് കോട്ട നിർമ്മിക്കാമെന്ന് സാമൂതിരി സമ്മതിച്ചു. ബാർട്ടർ വ്യവസ്ഥയിൽ കച്ചവടം നടത്താം, അതായത് സാധനം കൈമാറ്റം ചെയ്യും, അതിന് പകരമായി ഒരു സാധനം ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യും. ബാർട്ടർ വ്യവസ്ഥ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു എക്കണോമി നിലനിന്നിരുന്നത്. ആ ബാർട്ടർ വ്യവസ്ഥയിൽ കച്ചവടം നടത്താമെന്ന് പോർച്ചുഗീസുകാരും സാമൂതിരിയും സമ്മതിച്ചു. കൊച്ചിയിലെ വിലക്ക് കുരുമുളക് കോഴിക്കോട് ലഭ്യമാക്കാമെന്നും സമ്മതിച്ചു. അതുപോലെ പോർച്ചുഗീസ് ഫാക്ടറി തകർത്തതിനുള്ള നഷ്ടപരിഹാരവും ചുങ്കത്തിൻ്റെ ഒരു വിഹിതവും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് നൽകണമെന്ന് വ്യവസ്ഥ വെച്ചു. ചുങ്കം സാമൂതിരിക്ക് ഇങ്ങോട്ടല്ല, തിരിച്ച് അങ്ങോട്ട് പോർച്ചുഗീസുകാർക്ക് കൊടുക്കണം. മാത്രമല്ല, പണ്ട് കബ്രാളിൻ്റെ കാലത്ത് ഫാക്ടറി തകർത്തതിൻ്റെ നഷ്ടപരിഹാരവും കൊടുക്കണം. മാത്രമല്ല, ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യും? സാമൂതിരിയെ സഹായിക്കും. ഇനി മുതൽ കൊച്ചിയോ അല്ലെങ്കിൽ കോലോത്തിരിയോ ഒക്കെ സാമൂതിരിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ പോർച്ചുഗീസുകാർ ആരെ സഹായിക്കാം? സാമൂതിരിയെ സഹായിക്കാമെന്ന് പോർച്ചുഗീസുകാരും ഏറ്റു. കൊച്ചിയിലെയും കണ്ണൂരിലെയും രാജാക്കന്മാർ ഈ സന്ധിയെ എതിർത്തെങ്കിലും പോർച്ചുഗീസുകാർ ഇതുമായി മുന്നോട്ട് പോയി. കാരണം അവരെതിർക്കും. കാരണം സാമൂതിരി പണ്ട് അടുപ്പിക്കാതിരുന്ന കാലത്ത് പോർച്ചുഗീസുകാരെ സഹായിച്ചിരുന്നത് ആരാണ്? ഈ കൊച്ചിയിലെയും കണ്ണൂരിലെയും രാജാക്കന്മാരാണ്. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ ഇതിലൊരു പ്രശ്നം വരികയാണെങ്കിൽ സാമൂതിരിൻ്റെ ഒപ്പം നിൽക്കാമെന്ന് സന്ധി ഒപ്പിട്ടു. പോർച്ചുഗീസുകാർ കാലുവാരി. അതുകൊണ്ട് അവർ എതിർത്ത്. പക്ഷേ പോർച്ചുഗീസുകാരൊന്നും മൈൻഡ് ചെയ്യാതെ അൽബുക്കർക്ക് മുന്നോട്ട് പോയി. ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. അദ്ദേഹം 1515 തിരിച്ച് പോർച്ചുഗലിൽ എത്തിയില്ല. ഇന്ത്യയിൽ ഗോവയിൽ വെച്ച് തന്നെ അന്തരിച്ചു. അൽബുക്കർക്കിൻ്റെ കാലം കഴിയുമ്പോഴേക്കും ഇന്ത്യൻ സമുദ്രം പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് സക്സസേഴ്സ് ഓഫ് അൽബുക്കർക്ക്. അൽബുക്കർക്കിൻ്റെ പിൻഗാമികളായി വന്നിട്ടുള്ളവരെ കുറിച്ചാണ്. പക്ഷേ നമ്മുടെ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പോർച്ചുഗീസ് ചരിത്രം നമുക്ക് മറ്റൊരു പാർട്ടായിക്കൊണ്ട്, രണ്ടാം ഭാഗമായിക്കൊണ്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും, അണ്ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു.